ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വിളിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്നുമുണ്ട്. നല്ല കാര്യമാണ്. അപ്പോൾ നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങൾക്കും പലർക്കും നടക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ നക്ഷത്ര ഫലത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി നടക്കുമെന്നല്ല, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ദൈവേച്ഛയുമൊക്കെയാണ്. ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പലരും നിങ്ങളുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം. കുടുംബക്ഷേത്രങ്ങളിൽ പൂജകൾ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇന്ന് പറയുവാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 സമ്മിശ്ര ഫലങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അവർക്ക് ഈ ഫെബ്രുവരി 23 കൂടി നല്ല ഒരു കയറ്റം അങ്ങോട്ടുണ്ടാകും എന്നുള്ളതാണ്. 2025 ഫെബ്രുവരി മുതൽ ഇവരുടെ വർഷ അവസാനം വരെ അവർക്ക് സമ്മിശ്ര ഫലങ്ങളാണെങ്കിൽ തന്നെയും ചിലപ്പോൾ അപ്രതീക്ഷിതമായ ധനയോഗവും അതുപോലെ സാമ്പത്തിക നേട്ടങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നക്ഷത്രത്തിന്റെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചവർക്ക് വെല്ലുവിളിയൊക്കെ കുറച്ച് നിറഞ്ഞതായതൊക്കെ മാറി വരുന്നുണ്ട്. തടസ്സങ്ങൾ നിറഞ്ഞതൊക്കെ മാറി വരും. എന്നിരുന്നാലും അവസാനം 2 പാദങ്ങളിൽ ജനിച്ചവർക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും കുറച്ചും കൂടി ദൈവികമായ അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ക്ഷേത്ര പൂജകളും കുടുംബക്ഷേത്രങ്ങളിലെ പൂജകളും ഒന്നും മുടക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ കരിയർ, ജോലിസ്ഥലത്തെ വെല്ലുവിളികൾ, അത് ശത്രുക്കളും എതിരാളികളും ഒക്കെ ഉള്ളതൊക്കെ മാറി വരുന്ന സമയമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കഴിവുകളെ കുറിച്ചുള്ള അസൂയയോ ഭയമോ മൂലമാകാം. ജാഗ്രത പാലിക്കുക. അവരുടെ നിഷേധാത്മകത നിങ്ങളുടെ ഒരു മനോവീര്യത്തെ ബാധിക്കാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിശാഖം നക്ഷത്രക്കാർക്ക് നല്ല മനസ്സുള്ള ആൾക്കാരാണ്, ചങ്കുറപ്പുള്ള അതുപോലെ തന്നെ ധൈര്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ അതിനെല്ലാം തരണം ചെയ്യും. ജോലി നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് കാലതാമസമായി കിടന്നിരുന്ന സ്ഥലം മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷനൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഏറ്റവും നല്ല അവസരമാണ്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക്, അതുപോലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ജോലികളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷകൾ എഴുതി നിൽക്കുകയാണെങ്കിൽ 2005 അവ പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. സ്ഥിരമായി കഠിനാധ്വാനം ചെയ്യുകയും തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യണമെന്നും അതുപോലെ പുതുമ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാര്. ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള യോഗമുണ്ട്. പല ഉദ്യോഗസ്ഥരായി ഇരിക്കുന്നവർക്ക്, സ്ത്രീകളാണെങ്കിൽ അവർക്കുള്ള മറ്റു തൊഴിൽ മേഖലകൾ, ബ്യൂട്ടി പാർലർ പോലെയുള്ള അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ പോലെയുള്ള നടത്തുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് ഗണ്യമായ വരുമാനത്തിൽ വർധനവുണ്ടാകാനും സാധ്യതയുണ്ട്. വിദേശ അവസരങ്ങൾ, അതായത് നഴ്സിംഗ് ജോലികൾ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ, ഫാർമസികൾ, ഇതൊക്കെ പഠിച്ചിരിക്കുന്നവർ വിദേശത്ത് അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പോകുന്ന പല കാര്യങ്ങളിലേക്കും പോകാൻ അവസരങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതുപോലെ തന്നെ സർക്കാർ ജോലി മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 2025 അനുകൂല വാർത്തകൾ കൊണ്ടുവരും. പരീക്ഷകളും അഭിമുഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ വിജയങ്ങളും ഉള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് 2025 ഫെബ്രുവരി 22 മുതൽ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, അതായത് ഡോക്ടർമാരാണോ പോലീസുകാരാണോ അവർക്കൊക്കെ നല്ല നേട്ടങ്ങളാണ്. വൈദ്യശാസ്ത്രത്തിലും നിയമനിർവഹണ മേഖലയിലുള്ള വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. ഉയർന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകുവാനും മികച്ച പഠനം വീണ്ടും പഠിച്ച് വലിയ നിലയിൽ എത്തുവാനും ഒക്കെ പറ്റുന്ന സമയമാണ് ഡോക്ടർമാർക്ക്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ആകർഷണം തോന്നിയേക്കാം. മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ ആകാം. അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ നാളുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാൻ. അതുപോലെ സാങ്കേതിക പുരോഗതിയും ഭൂരാഷ്ട്രീയ പ്രശ്നങ്ങളും കാരണം തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കുന്ന പുതിയ ആൾക്കാർക്ക് ഇത് വെല്ലുവിളിയായി തോന്നിയേക്കാം. എങ്കിലും ജോലി ലഭ്യതയും സുരക്ഷയും ഒക്കെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട നല്ല ഒരു സമയമാണ്. അച്ഛനും അമ്മയും സഹോദരനുമായിട്ടൊക്കെ സ്നേഹത്തോടെയിരിക്കും. അയൽക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാവും. ഭാര്യയും കുട്ടികളുമായി പ്രത്യേകിച്ച് യാത്രകൾ, ക്ഷേത്ര ദർശനങ്ങൾ നടത്താനുള്ള സമയമാണ്. പ്രത്യേകിച്ച് ദൂരസ്ഥലങ്ങളിലേക്കുള്ള ആസൂത്രിതമല്ലാത്തതോ പെട്ടെന്നുള്ളതായ സ്ഥലം മാറ്റങ്ങളൊക്കെ അത് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നതൊക്കെ മാറി വരും. വീണ്ടും വീടിനടുത്തേക്കുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം ജില്ലയിലോ വരാവുന്ന സാഹചര്യമുണ്ട്. വ്യക്തി ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നവരെയൊക്കെ തരണം ചെയ്യുന്ന നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം. അതുപോലെ തന്നെ നിങ്ങളുടെ തടഞ്ഞു വെച്ച ഫണ്ടുകൾ, സർക്കാരിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ലോണുകളായാലും അത് കുറച്ചു കാലമായി തടസ്സപ്പെട്ടോ തടഞ്ഞു വെച്ചോ
ആ ഏതൊരു ഫണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് വളരെ ആവശ്യമായ സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് നൽകും. പിന്നീടുള്ളത് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിക്കിടന്നവർക്ക്, അല്ലെങ്കിൽ പണം കടം കൊടുത്ത പണം തിരികെ കിട്ടാതിരുന്ന കാര്യങ്ങളൊക്കെ അത് തിരികെ കിട്ടുകയും അതുപോലെ തന്നെ തിരിച്ചടവുകളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന വരുമാനം വരികയും ചെയ്യും. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാകാൻ സഹായിക്കുന്ന ഒരു സമയമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളുണ്ടെങ്കിൽ പിതൃദോഷങ്ങൾ, ശനിദോഷങ്ങൾ, ചൊവ്വാദോഷങ്ങളൊക്കെ ഉള്ളത് മാറ്റിയെടുക്കണം. വിവാഹം നടക്കാതിരുന്ന സ്ത്രീ പുരുഷന്മാർക്ക് നല്ല കുടുംബങ്ങളിലേക്കുള്ള ബന്ധങ്ങളൊക്കെ ലഭിക്കും. അതുമൂലം നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളും നല്ലൊരു ഭദ്രതയും ഉണ്ടാകും. നിങ്ങളുടെ സമ്പത്ത് മറ്റുള്ളവരിൽ നിന്ന് വഞ്ചിക്കാനോ തട്ടിയെടുക്കാനോ ഉള്ള ശ്രമങ്ങളൊക്കെ പലരും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനാൽ ആ കാര്യങ്ങൾ ജാഗ്രത പാലിക്കണം. അത് പാലിക്കേണ്ടത് അത്യാവശ്യമായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സംയുക്ത നിക്ഷേപങ്ങൾ, സുഹൃത്തുമായോ പങ്കാളിയുമായോ സഹകരിച്ച് നടന്ന നിക്ഷേപങ്ങൾ നല്ല വരുമാനം നേടാൻ സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങൾ, മുൻകാല നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് സമീപ വർഷങ്ങളിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയവ നിങ്ങൾക്ക് ഫലം കായ്ക്കുന്ന ഒരു മരമായി മാറും എന്നുള്ളതാണ്. നിങ്ങൾ ചിലർ സ്വത്ത് വിൽക്കാൻ തീരുമാനിച്ചേക്കാം. അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നുണ്ട്. സമ്പാദ്യവും പിന്തുണയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിത സാമ്പത്തിക പ്രതിസന്ധികളിൽ പഴയ സമ്പാദ്യം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. ആവശ്യമുള്ളപ്പോൾ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. അധിക വരുമാനം ഈ വർഷം നിങ്ങൾക്ക് 2025 ഫെബ്രുവരി 22 മുതൽ അധിക വരുമാന സ്രോതസ് വന്നു ചേരും. അതിനാൽ അതിനനുസരിച്ച് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണം. ബാങ്കിങ് ഇടപാടുകളൊക്കെ കൃത്യമായി പോവുകയും സമ്പത്ത് സ്വരൂപിക്കേണ്ടതും ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കേണ്ടതുമൊക്കെ ആയ ഒരു സമയമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഓഹരി വിപണിയും മറ്റു ഹ്രസ്വകാല നിക്ഷേപങ്ങളും ലാഭം കൊണ്ടുവരും. അതുപോലെ തന്നെ നിയമബന്ധിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. സാമ്പത്തിക അപകട സാധ്യതകളൊക്കെ ശ്രദ്ധിക്കണം. ചൂതാട്ടം, അതുപോലെ ചില സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെ പോകാനുള്ള താല്പര്യമുള്ളവരാണ് വിശാഖ നക്ഷത്രക്കാർ. അതൊക്കെ ഒന്ന് പതിയെ പ്രവർത്തിച്ച് ആത്മസംയമനം പാലിച്ച് വേണം മുന്നോട്ട് പോകാൻ. അമിതമായ ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവയെ കുറിച്ചൊക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഇവ ഗണ്യമായ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ പ്രശസ്തരാണെങ്കിൽ ആ പ്രശസ്തിക്ക് കളങ്കം വരുത്തുന്ന ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി ചെയ്യരുത്. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് നല്ല സമയമാണ്. നിയമ സർക്കാർ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല സമയം വരുന്നൊരു സമയമാണ്. ലോണുകൾ ലഭിക്കും. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ പല ബിസിനസ് ഫണ്ടുകൾ കൂടെ നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. അങ്ങനെ മത്സര അന്തരീക്ഷം കൂടുതൽ ശക്തമാകും നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കൃഷിപരമായോ ഒക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ കൃഷിയിലോ അനുബന്ധ ബിസിനസ്സുകളിലോ ഏർപ്പെട്ടിട്ട് ഫലപ്രദമായ വിളവെടുപ്പും ബിസിനസ് വളർച്ചയും ഉള്ള ഒരു നല്ല വർഷമായിരിക്കും. ഇത്രയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മുൻ വർഷങ്ങളിൽ ആരംഭിച്ച വിപുലീകരണ ശ്രമങ്ങൾ നല്ല ഫലങ്ങൾ കാണാൻ തുടങ്ങും. ഇത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ നയിക്കും. കുടുംബത്തിന് സാമ്പത്തിക മേന്മ, പുതിയ വീട്, പുതിയ വാഹനങ്ങൾ, അതുപോലെ സുസ്ഥിരമായ ഒരു കുടുംബം, ഇതുവരെ അനുഭവിച്ചിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറി എന്നും നല്ല സന്തോഷമായിരിക്കാനുള്ള ഒരു സമയമാണ്. അതുപോലെ വീട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഇണയുമായുള്ള വ്യത്യാസങ്ങളൊക്കെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. നിങ്ങൾക്കിടയിൽ കൂടുതൽ ധാരണയും സഹകരണവും സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ പറയാനുള്ളത്. വിശാഖം നക്ഷത്രക്കാർ നല്ല രീതിയിൽ ആത്മധൈര്യവും തന്റേടവുമുള്ള ഒരു നക്ഷത്ര ജാതരാണ്. അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷ പങ്ക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല നമസ്കാരം.